ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായോ? 150 അടി ഉയരത്തിൽ ക്രെയിനിന്റെ മുകളിൽ ഒരു ഡൈനിങ് സ്പേസ് ഒരുക്കി അവിടെ ഒരാൾക്ക് 1000 രൂപ എന്ന നിരക്കിൽ അരമണിക്കൂർ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി. ഇത് ആനച്ചാലിലാണ് നമ്മൾ തുടങ്ങിയത്. വലിയ ആഘോഷപൂർവ്വം തുടങ്ങിയതാണ്. ആനച്ചാലിൽ തുടങ്ങിയ ഈ സ്കൈ ഡൈനിങ് പരിപാടിയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയതിൽ സതേൺ സ്കൈസിന് ഇന്ന് സ്റ്റോപ്പ് മെമ്മോ കിട്ടും എന്ന വിവരമാണ് വരുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥാപനം തുറക്കാൻ സാധിക്കൂ. ദേവികുളം തഹസീൽദാരുടെ ഓഫീസിൽ ഉടമകൾ രേഖകളുമായി ഇന്ന് ഹാജരാകണം. ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി ഇത്തരം ഒരുപാട് പദ്ധതികൾ സംസ്ഥാനത്തുടനീളമുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സ്കൈ ഡൈനിങ് അതൊരു ആകർഷകമായ പരിപാടിയൊക്കെ ആയിരുന്നെങ്കിലും അതിനകത്തൊരു സാങ്കേതിക തകരാറാണ് ഈ ഉടമയെ കുഴക്കിയിരിക്കുന്നത്. സതേൺ സ്കൈസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കിട്ടുമെന്നാണ് അറിയുന്നത്. താൽക്കാലികമായ സ്റ്റോപ്പ് മെമ്മോ ആയിരിക്കുമല്ലോ അല്ലേ? കാര്യം അതിൽ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല ഇതിന് പ്രത്യേക രജിസ്ട്രേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉദ്യത്തിലോ മറ്റോ ആണ് രജിസ്ട്രേഷൻ. വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമല്ലേ ഇനി ഇപ്പോൾ ഈ ആകാശ ഭക്ഷണ പരിപാടി തുടങ്ങൂ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സാഹസിക വിനോദങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ ഇത്തരത്തിലുള്ള സാഹസിക വിനോദങ്ങൾ മുന്നോട്ട് പോയാൽ ഇന്നലെ നമ്മൾ ഉണ്ടായ പോലെ തന്നെയുള്ള ഒരു അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇന്നലെ 1 മണി മുതൽ 4:30 വരെയുള്ള 4.5 മണിക്കൂറാണ് വിനോദസഞ്ചാരികളടക്കം 5 പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് ഇവരെ താഴെ ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ആനച്ചാലിലെ ഈ സ്ഥാപനത്തിന്, അതായത് സതേൺ സ്കൈസ് എയറോ ഡൈനാമിക് എന്ന സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇന്ന് സ്റ്റോപ്പ് മെമ്മോ കൈമാറുകയും ചെയ്യും. അതിനുശേഷം ആവശ്യമായ എല്ലാ രേഖകളുമായി ഈ സ്ഥാപനത്തിന്റെ ഉടമകളോട് ദേവികുളത്തെ തഹസിൽദാരുടെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിച്ച ശേഷം ഇതിന് പ്രവർത്തിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ടെന്ന് ഉറപ്പായാൽ മാത്രമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ആനച്ചാലിൽ സ്കൈ ഡൈനിങ് സ്ഥാപനം പ്രവർത്തിക്കുകയുള്ളൂ. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന്. ആദ്യഘട്ടത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്വമേധയാ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സ്ഥാപനത്തിന്റെ ഉടമയെ 2ാം പ്രതിയും ഈ സ്ഥലം ഉടമയെ 1ാം പ്രതിയുമാക്കിയുമാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് 2ാമത്തെ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ ഇന്ന് 10 മണിയോടുകൂടിയായിരിക്കും നൽകുക. അതേസമയം വെള്ളത്തൂൽ പോലീസാണ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുജന സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ട് ഈ സ്ഥാപനം എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ സ്ഥലം ഉടമയായിട്ടുള്ള ചിറക്കൽപുരയിടത്തിൽ വീട്ടിൽ സോജൻ ജോസഫും സ്ഥാപന ഉടമയായിട്ടുള്ള ചീനിക്കുഴി സ്വദേശി പ്രവീണുമാണ് 2ാം പ്രതി. എന്താണെങ്കിലും ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണ് ജില്ലാ ഭരണകൂടം. അരുൺ, ഓക്കെ, താങ്ക് യു. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ആകാശ ഡൈനിങ്, ആകാശ ഭോജനാലയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉയരങ്ങളിലിരുന്ന് ഭക്ഷണം കാണുക, ചുറ്റും ആനച്ചാലിന്റെയും മൂന്നാറിന്റെയും ഒക്കെ വശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഒരുക്കിയിരുന്നത്. പക്ഷേ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആർക്കും കുഴപ്പമുണ്ടായില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ആ സമയത്ത് അപകടമുണ്ടാകുമ്പോൾ അത് ഏകദേശം 3-3.5 മണിക്കൂറോളം ഈ ആകാശ ഭോജനാലയത്തിൽ സഞ്ചാരികൾ കുടുങ്ങിപ്പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തി വളരെ ഒരു തരത്തിലുള്ള പാനിക് ഉണ്ടാക്കാതെ അതിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൈക്കുഞ്ഞിനെ അടക്കം എടുത്തിറങ്ങിയ നമ്മളുടെ ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ സൂപ്പറായിരുന്നു. ഇതാണ് ആ ദൃശ്യം. കുഞ്ഞിനൊന്നും ടെൻഷനൊന്നുമില്ല. കുഞ്ഞ് അമ്മയുടെ കയ്യിലിരിക്കുന്നത് പോലെ വളരെ സേഫ് ആയിട്ടിരിക്കുകയാണ്. കുഞ്ഞിനെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞിനെ സംബന്ധിച്ച് അത് ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമാണ്. ഒരു മാമൻ വരുന്നു, മാമൻ ഇങ്ങനെ സീറ്റ് പോലത്തേക്ക് ഇട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകാശ ഡൈനിങ്ങിനകത്ത് 2 കാര്യങ്ങൾ ഇന്നലെ ആ പോയ സഞ്ചാരികൾക്ക് സംഭവിച്ചു. ടെൻഷൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു എങ്കിലും പക്ഷേ അതങ്ങനെ താഴെയൊന്നും വീഴത്തില്ല. അത് താഴെ ഇറക്കുന്നതിലാണ് പ്രശ്നം സംഭവിച്ചു പോയത്. അപ്പോൾ ഈ കുഞ്ഞിനെ കൈ പിടിച്ച് താഴെ ഇറങ്ങിയ സമയത്ത് ഒരു റോപ്പ് വാക്കിംഗ് പോലെ റോപ്പ് സ്ലൈഡിങ് സാധിച്ചു. ഒപ്പം തന്നെ ആകാശ ഡൈനിങ്ങിൻ്റെ അനുഭവം കിട്ടി. കുറച്ച് ടെൻഷൻ ഓടിച്ചു. യഥാർത്ഥത്തിൽ ഇന്നലെ ആകാശ ഡൈനിങ് നടത്തിയവരാണ് യഥാർത്ഥത്തിൽ അഡ്വഞ്ചർ ടൂറിസ്റ്റുകളായിട്ട് മാറിയത്. എന്തായാലും നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുണ്ട്. സൂപ്പർ സാർ, ഗ്രേറ്റ്. അതിനകത്ത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ആൾക്കാരോടൊക്കെ സംസാരിച്ച് അവരോട് വളരെ കൂളാക്കിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. പാനിക്കായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. 150 അടി ഉയരത്തിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,